3 വ്യക്തികളെക്കുറിച്ചാണ് സുവിശേഷം നമ്മോട് സംസാരിക്കുന്നത്. അപ്പനെ ഉപേക്ഷിച്ചു പോയ മകനെക്കുറിച്ചും, മകന് വേണ്ടി കാത്തിരിക്കുന്ന നല്ലൊരു അപ്പനെക്കുറിച്ചും, തിരികെ എത്തുമ്പോൾ അസൂയപ്പെടുന്ന സഹോദരനെക്കുറിച്ചും. പ്രിയമുള്ളവരെ, നോമ്പുകാലം കാത്തിരിപ്പിൻ്റെ ഒരു കാലഘട്ടമാണ്. നോമ്പുകാലം മടങ്ങിപ്പോകേണ്ട ഒരു യാത്രയാണ്. നോമ്പുകാലം സ്നേഹത്തോടെ ചേർത്ത് പിടിക്കേണ്ട ഒരനുഭവമാണ്. ബാറൂഖ് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 28-ാം തിരുവചനം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിൽ നിന്ന് അകലുവാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരികെ വന്ന് അവിടുത്തെ തേടുവിൻ. നോമ്പുകാലം തേടുവാനുള്ള, നോമ്പുകാലം തിരികെ പോകുവാനുള്ള ഒരു കാലമാണ്. ദൈവത്തിൽ നിന്നും അകലുവാൻ കാരണമായ പാപങ്ങളേറ്റു പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് തിരികെ പോകേണ്ട ഒരു കാലഘട്ടം. നോമ്പുകാലം നമ്മളിൽ നിന്ന് അകന്നുപോയ സഹോദരങ്ങളെ അന്വേഷിച്ച് യാത്ര തിരിക്കേണ്ട ഒരു കാലമാണ്. നോമ്പുകാലം ദൈവത്തിങ്കിലേക്കുള്ള ഒരു യാത്രയുടെ കാലഘട്ടമാണ്. പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട്, ജീവിതത്തിൽ കുറഞ്ഞുപോയ പ്രാർത്ഥനയുടെ അളവുകൾ കൂട്ടിക്കൊണ്ട്, ജീവിതത്തിൽ കുറഞ്ഞുപോയ നന്മകളുടെ അളവുകൾ കൂട്ടിക്കൊണ്ട് ദൈവത്തെങ്കിലേക്കുള്ള ഒരു യാത്രയുടെ കാലഘട്ടമാണ് നോമ്പുകാലം. ദൈവത്തെ തേടിയുള്ള യാത്രയിൽ നാം തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്. പാതി വഴിയിൽ നാം നഷ്ടപ്പെടുത്തിയ സഹോദരങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നോമ്പുകാലം നമ്മളിൽ നിന്ന് അകന്നു പോയവർക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാവണം. നോമ്പുകാലം നാം നഷ്ടപ്പെടുത്തിയവരെ തേടിയുള്ള ഒരു യാത്രയാവണം. അവരൊക്കെ തിരികെ വരുമ്പോൾ അസൂയപ്പെടാതെ, കുറ്റപ്പെടുത്താതെ, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കേണ്ട ഒരു അനുഭവമായി മാറണം. അതുകൊണ്ടാണ് സഭ ഈ നോമ്പുകാലത്ത് ഏറ്റവും സുന്ദരമായ ഒരു വചനഭാഗം വിളമ്പി നമ്മുടെ മുമ്പിൽ തരിക. ധ്യാനിക്കുവാനും അതിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനും, ആ ജീവിതം ഒരു യാത്രയാക്കി മാറ്റുവാനും നോമ്പുകാരൻ നമ്മെ ക്ഷണിക്കുകയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് അവൻ ദാഹിച്ചതും നമ്മുടെയൊക്കെ സൗഹൃദത്തിന് വേണ്ടിയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് അവൻ ആഗ്രഹിച്ചതും തൻ്റെ നഷ്ടപ്പെട്ടു പോയ തൻ്റെ മക്കളെക്കുറിച്ചാണ്. കുരിശിൽ കിടന്നുകൊണ്ട് അവൻ വേദനിച്ചതും തന്നിൽ നിന്ന് അകന്നുപോയ തൻ്റെ ശിഷ്യഗണങ്ങളെ ഓർത്ത. പ്രിയമുള്ളവരെ, അനുതാപത്തോടെ, അതിനും വലിയ സ്നേഹത്തോടെ, അതിനും വലിയ പ്രതീക്ഷയോടെ നമുക്ക് ഈ നോമ്പുകാലം കാത്തിരിക്കാം. അന്വേഷിച്ചു പോകാം, ചേർത്ത് പിടിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.